91 സങ്കീർത്തനം 11 വാക്യം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരു നല്ല ഹല്ലേലൂയ. നിന്റെ എല്ലാ വഴികളിലും എല്ലാ വഴികളിലും. എല്ലാവരും കൂടെ പറഞ്ഞ എന്തുവാ എന്ന് പറ. എല്ലാ ഇച്ചിരി ശബ്ദം പറ. എല്ലാ. അപ്പൊ ഒരു കാര്യം നിങ്ങളോട് പറയാം, അതിന് മുകളിലത്തെ വാക്യം ശ്രദ്ധിക്കണം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന്. കാരണം എന്താ? നിന്റെ എല്ലാ വഴിയിലും നിന്നെ കാക്കേണ്ടതിന്. ഈ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന് ഒരു സ്ഥലത്ത് കിടന്നുറങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു. പുള്ളി ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയങ്കരം എന്ന് പറഞ്ഞു. ഈ തുറന്നിട്ടേക്കുന്ന സ്വർഗവും വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഭീകരാന്തരീക്ഷം. അമ്മ ചെവിച്ചെന്ന് പറഞ്ഞു, ഇവിടെ പെട്ടെന്ന് പൊക്കോണം, നിന്നെ കൊല്ലുന്ന കാര്യം അവൻ അപ്പനോട് പറയുന്നത് കേട്ടു, ഒരു മിനിറ്റ് പോലും നിൽക്കരുത്. ഞാനിപ്പം അടുക്കളയിൽ ചെന്ന് അവനോട് വല്ല വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാം, ആ സമയം കൊണ്ട് നീ ഓടിക്കോണം എന്നൊക്കെ പറഞ്ഞൊരു ഭീകര അന്തരീക്ഷം വീട്ടിൽ നിന്ന് കേട്ടാച്ചാ വെളിയിൽ വന്നേ. പക്ഷേ ഒരു സ്ഥലത്ത് കിടന്നൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പം മൊത്തം അന്തരീക്ഷവും ചേഞ്ചായി. കേട്ടോ, ഞാനൊരു കാര്യം നിന്നോട് പറയാം. നിന്നെ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങൾ ചിലർ സൃഷ്ടിക്കുമ്പോഴും നീ ഒരു കാര്യം ഓർത്തോണം, നിന്റെ മുകളിൽ ഒരു നിഴല് വരിക. നിനക്ക് സ്വപ്നതലം തുറന്നു തരുന്ന എന്നിട്ട് ആ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് എഴുന്നേറ്റൊരു നേർച്ച ദൈവത്തിന് മുമ്പിൽ നേർന്ന ഭാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ആ നേർച്ച നിങ്ങളൊന്ന് കേൾക്കണേ. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ അവനൊരു നേർച്ച ദൈവത്തിന് മുമ്പിൽ നേരുക. ശ്രദ്ധിച്ച് കേൾക്കണം. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും. അവന്റെ ആഗ്രഹമാണ് ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും. ഈ പോകുന്ന യാത്രയിൽ എന്നെ കാക്കണം. ഇവിടെ നിന്നോണ്ടൊരു വെളിപ്പാടൂടെ പറയുക. ഈ ദിവസങ്ങളിൽ ദൈവം കാക്കുന്ന ചില യാത്ര ആർക്കൊക്കെയോ ഒരുക്കപ്പെടാൻ പോവുക. തിരിച്ചറിവുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവിടെ നിൽക്കുമ്പോൾ പ്രവചിക്കാൻ എന്നോട് പറയുന്നു, ദൈവം കാക്കുന്ന ചില യാത്ര. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഈ പ്രാർത്ഥന ചില തടസ്സങ്ങളെ വഴിമാറ്റും. ദൈവം നിനക്കൊരു യാത്ര ഒരുക്കാൻ പോവുക. ആ യാത്രയിലെല്ലാം ദൈവം നിന്നെ കാക്കും. ഹല്ലേലൂയ. ആമീൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കാവലിൽ ഒരു യാത്ര ഉണ്ടാകാൻ പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നിട്ട് വായിച്ചു കേട്ടെ. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. അവൻ പറയാ, കർത്താവേ, നീ എന്നോട് കൂടെ ഇരിക്കണം. ഞാൻ പോകുന്ന വഴിയിലെല്ലാം എന്നെ കാക്കണം. ഭക്ഷിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രവും എന്ന് പറഞ്ഞാൽ എനിക്കൊന്നിനും കുറവില്ലാതെ എന്നെ എന്റെ അപ്പന്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്താൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ലാബാൻ എത്ര മിടുക്കനായിട്ടും യാക്കോബിനെ ഒതുക്കാൻ ശ്രമിച്ചിട്ടും യാക്കോബിനെ ഒതുക്കാൻ പറ്റാഞ്ഞത്? യാക്കോബ് ചോദിച്ചത് ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പോകുന്ന എല്ലായിടത്തും എന്നെ കാക്കണം. ഒരാമയും വരുന്നില്ല. വില്ലന്മാരായ ലാബാന്മാരുള്ള സ്ഥലത്തും എന്നെ കാക്കണം. ഗ്ലോറി ടു ഗോഡ്. എന്റെ നന്മയെ തട്ടിപ്പറിക്കുന്നവന്റെ മുമ്പിലും എന്നെ കാക്കണം. എന്നെ വെറും കൈയോടെ വിടാൻ തീരുമാനിക്കുന്നവന്റെ മുമ്പിലും എന്നെ കാക്കണം. ഞാനൊരു വലിയ വെളിപ്പാട് പറയാം. ഗ്ലോറി. ചില മിടുക്കന്മാര് നിന്റെ മുമ്പിൽ തോക്കാൻ പോവാ. ചില കുടില തന്ത്രങ്ങൾ നിന്റെ മുമ്പിൽ പരാജയപ്പെടാൻ പോവാ. ലോർഡ് ഹല്ലേലൂയ.
ദൈവം നിന്നെ കാക്കുന്നുണ്ടെന്ന് നീ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ വെളിപ്പെടാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിന്നെ എന്തോ ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അമ്മി പ്രാർത്ഥിക്കുന്നവൻ വരണം, ഞാൻ ദൈവത്തിന്റെ കാവലിലാണ്. മനസ്സിലായോ? സ്തോത്രം. ആരുടെയൊക്കെയോ അലട്ടിയ ഭയമൊക്കെ ഇന്ന് വിട്ടുപോകാൻ പോവാ. ലോർഡ്, നിങ്ങൾക്കറിയോ, ഈ ഒരു മനുഷ്യൻ ധൈര്യത്തോടെ ജീവിക്കുന്നത് തന്നെ എത്ര അനുഗ്രഹമാണ്. അടുത്തിരിക്കുന്നവരോട് ഒന്ന് ചോദിച്ചു, ധൈര്യത്തോടാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. ഈ ചെറുക്കൊക്കെ ആർക്കേലും രോഗം വന്നാൽ മതി, അപ്പോഴത്തേക്കും നമുക്ക് ഭയം വരും. ചിലരോട് ചോദിക്കും എന്തുമായിരുന്നു, അപ്പം ക്യാൻസർ ആയിരുന്നു. അപ്പം എന്തുമായിരുന്നു ലക്ഷണം? പറഞ്ഞു, ഇവിടെ ഒരു കുഞ്ഞു തടിപ്പ് ആദ്യം വന്നതാ. പിന്നെ ആ വിവരം എല്ലാം അങ്ങ് മനസ്സിലാക്കിയ ശേഷം അന്ന് വൈകിട്ട് മുതൽ എവിടെ നോക്കിയാലും അവർക്ക് തടിപ്പാ, ഭയമാ. ഇവിടെ ഒരു ബ്രദർ അദ്ദേഹത്തിന്റെ വൈഫിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. പുള്ളിക്കാരത്തിക്ക് അതിഭയങ്കര കാലുവേദനയാണ്, ഭയങ്കര കാലുവേദനയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രസംഗിക്കുന്ന എനിക്കും കാലുവേദനയുണ്ട്. കാലുള്ള എല്ലാവർക്കും മിക്കാറും ഒരു കാലുവേദന ഇല്ലാത്ത ഒരു കൈ വെക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ 4-3 പേര് വഴി മുക്കുമായിരിക്കും. ബാക്കി എല്ലാവർക്കും എന്തോ ഉണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരത്തിയോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഒരു കസിന്റെ വീട്ടിൽ കല്യാണത്തിന് പോയി. അപ്പൊ പുള്ളിക്കാരത്തിന്റെ കൂടെ പഠിച്ച ഒരാൾക്ക് ഇതുപോലെ കാലുവേദനയെന്ന് ടെസ്റ്റ് ചെയ്തപ്പം സ്തോത്രം ക്യാൻസറാണ്. അന്നേരം മുതൽ പുള്ളിക്കാരത്തി എല്ലാ ഡോക്ടർമാരും അടുക്കലും കാലുവേദനയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ പോവാ. എന്താ പ്രശ്നം? ഈ ധൈര്യമില്ലായ്മ. ദാവീദ് പറഞ്ഞു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അല്ലി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ. അപ്പൊ പ്രാർത്ഥനയിലാ എന്തോ കിട്ടുന്നേ? ധൈര്യം. ഒരാമയും പറഞ്ഞാട്ട് ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ധൈര്യപ്പെട്ടേ പോകാവൂ. നിങ്ങൾക്കറിയാം, ഇനിയും ഒരാൾക്ക് രോഗം ഉണ്ടെങ്കിലും അതിന്റെ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് എന്തുവാ? ധൈര്യ. ഇടമിണ്ടുന്നില്ലല്ലോ. ധൈര്യ. ഒരു ക്യാൻസർ ഉള്ള ഒരു മകള്, അവർക്ക് എനിക്ക് തോന്നുന്നു 4 പിള്ളേരാ, ഗൾഫിലാ. 4th സ്റ്റേജ് കഴിഞ്ഞു. ഒരു വെല്ലൂര് വന്ന് ട്രീറ്റ്മെന്റ് നടത്തുക. എല്ലാ ദിവസവും എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാ, എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് അയക്കും. എവറി ഡേ അവിടെയുള്ള അപ്ഡേഷൻ. മിക്ക ദിവസവും വിളിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇവൾ അഭിഷേകത്തിൽ. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് തന്നെ കാണാൻ വന്നേച്ച് പറഞ്ഞു, ഈ ആഴ്ച തിരിച്ച് ഞങ്ങള് ഗൾഫിലോട്ട് പോവാ ജോലിക്ക്. ആണോ പ്രശ്നം? എത്ര രോഗമുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന ധൈര്യം, എത്ര കടബാധ്യത ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന ധൈര്യം ദൈവം നിന്റെ ലൈഫിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുക.